ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു ഇന്ന്. പ്രേക്ഷകർ കാത്തിരുന്ന ദിവസം. മറ്റ് സീസണുകൾ പോലെയായിരുന്നില്ല ഈ സീസൺ. തുടക്കം തൊട്ട് തന്നെ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. അസി റോക്കി, സിജോ അലി, ജാസ്മിൻ ഗബ്രി കോംബോ, സിബിന്റെ വിവാദം, ഇത്തരത്തിൽ പല വിവാദങ്ങളും ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോൾ ഷോയുടെ അവതാരകനായ മോഹൻലാലിനെയും ഇത് ബാധിക്കാറുണ്ട്. ഇപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന ചോദ്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് മോഹൻലാൽ. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് ലാലേട്ടൻ ഇക്കാര്യം പറഞ്ഞത്. ഈ ഷോ എന്തിനാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുവരെ പ്രേക്ഷകർ തന്നോട് ചോദിക്കുന്നുണ്ട് എന്നാണ് മോഹൻലാൽ തുറന്നു പറഞ്ഞത്. എന്നാൽ ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണെന്നും താൻ എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ആളാണെന്നും സിനിമയിൽ പല കഥാപാത്രങ്ങൾ ചെയ്ത് താൻ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുന്നു. ഇവിടെ ബിഗ് ബോസിൽ മോഹൻലാലായി എന്റർടൈൻ ചെയ്യിക്കുന്നുവെന്നാണ് മോഹൻലാൽ പറയുന്നത്. അതേസമയം ബിഗ് ബോസ് മലയാളം 6ന്റെ വിജയിയായത് ജിൻഡോ ആണ്. രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ എത്തുമെന്ന് കരുതിയെങ്കിലും അർജുനാണ് എത്തിയത്. ജാസ്മിനാണ് രണ്ടാം സ്ഥാനത്ത് എത്തേണ്ടിയിരുന്നെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഒരുപക്ഷെ ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ജാസ്മിൻ രണ്ടാം സ്ഥാനം നേടുമായിരുന്നുവെന്നും അഭിപ്രായം ഉണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 മാർച്ച് 10-നാണ് ആരംഭിച്ചത്. 19 മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഷോയിലേക്ക് 29-ാം ദിവസം 6 വൈൽഡ് ടോപ്പ് 5-ൽ ജിൻഡോ, ജാസ്മിൻ, അർജുൻ, അഭിഷേക്, ഋഷി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ജിൻഡോയോ ജാസ്മിനോ ജയിക്കുമെന്നാണ് ചർച്ച നടന്നിരുന്നത്. അവസാനം ആയപ്പോഴേക്ക് അർജുൻ്റെ വോട്ട് കൂടിയത് നേരിയ വ്യത്യാസത്തിൽ കണ്ടു. ജിൻഡോയ്ക്ക് നേരെ തന്നെ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. ആദ്യ ദിവസങ്ങളിൽ വിഷയങ്ങളിൽ ഇടപെടാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞിരുന്നില്ലെങ്കിലും പിന്നീടങ്ങോട്ട് ജിൻഡോ മിന്നിക്കയറി. മണ്ടൻ പട്ടം കിട്ടിയതും പലപ്പോഴും ഹൗസിനകത്ത് ഒറ്റപ്പെട്ടു പോയതും ജിൻഡോയ്ക്ക് ഹൗസിനകത്ത് സ്വീകാര്യത ലഭിക്കാനും കാരണമായി.